മാൻഷൻ. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീടിന് 1000 ജന്നൽ. ഈ വീട് അറിയപ്പെടുന്ന തന്നെ 1000 ജന്നൽ വീടും തന്നെയാണ് കേട്ടോ. ലോക്കർ, ഒരു പഴയകാല ലോക്കറാണ് ഈ കാണുന്നത്. ഓക്കെ, വണക്കം, ദിസ് ഇസ് ഷ്രാവ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ വർഷത്തെ 2024 സെക്കൻഡ് റോഡ് ട്രിപ്പാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ചെട്ടിനാട്. അതെ, നമ്മൾ ചെട്ടിനാടിലേക്ക് പോവാണ്. ചെട്ടിനാട് എന്ന ആ ഒരു വില്ലേജും മാൻഷൻസും ചെട്ടിനാടിൻ്റെ കുസീൻസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് രാവിലെ 4 മണിക്ക് തിരിച്ചു. ഇപ്പോൾ ഒരു തിരുനെൽവേലി എത്താറാകുന്നു. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു അടിപൊളി റോഡ് ട്രിപ്പും ചെട്ടിനാട് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇനി വരും വീഡിയോസ് എല്ലാം ചെട്ടിനാടിൻ്റെ എന്താ പറയുക, വീഡിയോസും ചെട്ടിനാടിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ്. ഒരു മാനുണ്ടല്ലേ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ അതിലിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ഷ്രാവ്ക. അപ്പോൾ ചെട്ടിനാടിൻ്റെ വിശേഷങ്ങളാണ് ഇനി വരുന്ന വീഡിയോസ്. സ്റ്റേ ട്യൂൺ. അല്ലേ? അത് അപ്പം നമ്മുടെ ആ ഒരു തമിഴ്നാട് ഹൈവേ ആണ്. ഇപ്പോൾ ഒരു നേരം വെളുത്തോണ്ടാണ് ഇത്ര നേരം കുറച്ച് ഇരുട്ടൊക്കെ ആയിരുന്നു. ഇപ്പം നേരം വെളുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മളെവിടെ പോകുന്നത്? ചെട്ടിനാട്. ഓക്കെ, അപ്പോൾ അതാ ഈ കാണുന്നത് സിംഗമലയാണ്. അവിടെ ചെറിയൊരു മാനിനെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മറ്റേ ഇതല്ലേ, താറല്ലേ, എന്ത് മാനാണ്? നീൽഗിരി താർ. ഓക്കെ, ഇത് സിംഗമലയാണ്. സിംഗമല എന്ന് പറയുമ്പോൾ സിംഗം സിനിമയിലുള്ള ആ ക്ലൈമാക്സ് ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ മലയാണ്. അപ്പോൾ നല്ല അടിപൊളി ഹൈവേ ആണ് കേട്ടോ തമിഴ്നാട്. എപ്പോഴും നമ്മൾ പോകുമ്പോൾ കാണിച്ചു തരുന്ന ഒരു ഹൈവേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വിടാം മധുരൈ വഴിയാണ് നമ്മൾ കാരൈക്കുടി പോകുന്നത്. അപ്പോൾ നമ്മളിതാ തമിഴ്നാട് റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് മധുരയിൽ നിന്ന് കാരൈക്കുടിയാണ് പോകുന്നത്. അപ്പോൾ തമിഴ്നാട് ഹൈവേസിനെ പറ്റി പറയണ്ടല്ലോ. ടോളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്ടാഗ് റീചാർജ് ചെയ്ത് വെക്കുക. നല്ല റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൾക്കാർ ക്രോസ് ചെയ്യും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡാണ്. യാത്ര ചെയ്യാൻ വളരെ സുഖകരമായ റോഡാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ടീ സ്നാക്ക് കഴിക്കാൻ കുട്ടി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ തമിഴ്നാട് യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തമിഴ്നാട് റോഡ് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം കാറായാലും ബൈക്കായാലും ഭയങ്കര ഇഷ്ടമുള്ള റോഡാണ്. നല്ല സ്ട്രെയിറ്റ് റോഡാണ്, കുഴികളൊക്കെ കുറവാണ്. പിന്നെ നല്ല ഭംഗിയാണ്. 2 സൈഡും രാവിലെയൊക്കെ കാണാനായിട്ട് ആ ഒരു ഗോൾഡൻ ഷവറിൽ ആ ഒരു 2 സൈഡും പ്രത്യേക ഭംഗി തന്നെയാണ് കാണുന്നത്. അതേപോലെ ഹൈവേസിൻ്റെ നടുക്ക് അരളിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരളി ഇങ്ങനെ മൂത്ത് നിൽക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് രാവിലെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിവതും പറയുന്നത് രാവിലെ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ ഒരു 4 മണിക്കും 5 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോൾ നമ്മൾ മെയിൻ ബൈപ്പാസൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഹൈവേയിലെത്തും. പിന്നെ നമുക്ക് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. പിന്നെ ഒരു സുഖം എന്ന് പറയുന്നത് വണ്ടി ഓട്ടോമാറ്റിക് ആണ്. പ്ലസ് ക്രൂസ് കൺട്രോളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു സുഖമാണ്. ഡ്രൈവറിന് ഭയങ്കര രസമായിരിക്കും ഓടിക്കാൻ. പിന്നെ പേഴ്സണലി എനിക്ക് വോക്സ് വാഗൺ ഇപ്പം എന്നെ ഓടിച്ച് ഒരുപാട് ലോങ് ഓടിച്ച് ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതോടൊപ്പം ഈ ക്രൂസ് കൺട്രോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഈ തമിഴ്നാട് ഹൈവേസിലാണ്. കാര്യം സ്ട്രെയിറ്റ് ഒരു 8 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ഒക്കെ കിട്ടും. അപ്പം ക്രൂസ് കൺട്രോളിൻ്റെ വണ്ടികൾക്ക് അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല റോഡാണ് ഈ ഒരു തമിഴ്നാട് റോഡ്. കേരളത്തെ റോഡിനെ കുറ്റം പറയുന്നതല്ല, പക്ഷെ കേരളത്തിൻ്റെ റോഡുകൾ ഇപ്പോൾ ഇതേപോലെ നല്ല റോഡുകൾ വന്നു തുടങ്ങി കേട്ടോ. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് ഇപ്പം ഞാൻ വരുന്നത് നമ്മുടെ ആ ഒരു ചാക്ക തൊട്ട് കളിയിക്കാനുള്ള വലിയൊരു ബൈപ്പാസാണ്. അതൊരു കിടിലം ബൈപ്പാസാണ്. പക്ഷെ അവിടുത്തെ ഒത്തിരി കാര്യം 150 രൂപ ടോളെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും നല്ല റോഡാണ്. അപ്പോൾ അതേപോലെ തമിഴ്നാട് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നല്ല ഹൈവേസ് ആണ്. അപ്പോൾ കേരളം അതേപോലെ നല്ല ഹൈവേസൊക്കെ വന്നാൽ നമുക്ക് ഒരുപാട് ടൈം കുറവായിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. ഇപ്പം ട്രിവാൻഡ്രം ടു എറണാകുളം പോകാനും ഒക്കെ ഒരുപാട് സമയം കുറച്ച് അധികം എടുക്കില്ല. ട്രാഫിക്കൊക്കെ കുറവായിരിക്കും. അപ്പോൾ തമിഴ്നാടിൻ്റെ പ്രത്യേകതകളൊക്കെ എന്താ പറയുക, നമ്മൾ ഈ പോകുന്ന വഴികൾ നല്ല രസമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല കാഴ്ചകൾ കണ്ട ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം. പിന്നെ പോകുന്ന വഴിക്ക് സിമെൻറ്റ് ഫാക്ടറീസ് ഉണ്ട്. അതിന് മുമ്പത്തെ വീഡിയോസുണ്ട്. സിമെൻറ്റ് ഫാക്ടറികളുണ്ട്, ചെറിയ പുഴകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിലൊരു മേജർ റെസ്റ്റോറൻ്റാണ് ടെമ്പിൾ സിറ്റി റെസ്റ്റോറൻറ്റ്. എൻ്റെ കഴിഞ്ഞ തഞ്ചാവൂർ പോയി വീഡിയോയിൽ ടെമ്പിൾ സിറ്റി റെസ്റ്റോറൻറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും ഒക്കെ കഴിക്കാനും നല്ലൊരു ഓപ്ഷനാണ്
ഈ ടെമ്പിൾ സിറ്റി റെസ്റ്റോറൻറ്റ്. അതോടൊപ്പം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആര്യാസ്, പിന്നെ അടയാർ ആനന്ദഭവൻ, അങ്ങനത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഭക്ഷണം അങ്ങനെ ഒരു പ്രശ്നമേ അല്ല. ഈ വഴി പോകുമ്പോൾ ഒരുപാട് ഡ്രൈവിംഗ് റെസ്റ്റോറൻ്റാണ്, അതായത് വലിയ പാർക്കിംഗ് ഉള്ള, അതേപോലൊക്കെ നമുക്ക് വാഷ്റൂമൊക്കെ ഉള്ള ഫെസിലിറ്റി ഉള്ള നല്ല റെസ്റ്റോറൻറ്റ്സുകളാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ മധുരൈ പോകണം. മധുരയിൽ നിന്നാണ് തിരിഞ്ഞ് കാരൈക്കുടി പോകുന്നത്. ഈ കാരൈക്കുടി ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഒരു സൈഡ് പോകുന്നത്. തഞ്ചാവൂർ വേറൊരു സൈഡാണ്. ആ തഞ്ചാവൂർ പോയത് അന്ന് മധുരയിൽ നിന്ന് തിരിഞ്ഞ് ട്രിച്ചി വഴിയാണ് പോയത്. ഇതിപ്പോൾ നമ്മൾ ട്രിച്ചി വഴിയല്ല, മധുരയിൽ നിന്ന് തിരിഞ്ഞ് നേരെ കാരൈക്കുടി പോകുന്ന റോഡാണ്. ആദ്യമായിട്ടാണ് ആ റോഡ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, റോഡ് എങ്ങനെയാണെന്ന് പോലും നമുക്ക് അറിയില്ല. പിന്നെ തമിഴ്നാടിൻ്റെ റോഡ് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. എനിവേ ഹെഡിങ് ടു കാരൈക്കുടി. അപ്പോൾ നമ്മൾ ഈ മധുരയ്ക്ക് പോകുന്ന വഴിയിലുള്ള സ്ഥിരം വരാറുള്ള ടെമ്പിൾ സിറ്റിയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം വേണമെങ്കിൽ ചിലവഴിക്കാം. ചെറിയൊരു പാർക്കുണ്ട്, പിന്നെ ഒരുപാട് മൃഗങ്ങളുണ്ട്, പശു, കോഴി, ആട്. ഇതിനകത്തേക്ക് കോഴിയാണ്. ഇത് മുമ്പത്തെ ഞാൻ തഞ്ചാവൂർ പോയപ്പോഴും കാണിച്ചു തന്നെയാണ്, അതുകൊണ്ട് ഒരുപാട് കാണിക്കുന്നില്ല. ഹോട്ടലിൻ്റെ പേര് ആലോചിച്ച് വയ്ക്കുക, ടെമ്പിൾ സിറ്റി എന്നാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ ഇനി മധുരയിൽ നിന്ന് കാരൈക്കുടി പോകണം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള ആഹാരമാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ മധുരയിൽ പോകുന്നു. മധുരയിൽ നിന്ന് ഇനി കാരൈക്കുടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ടെമ്പിൾ സിറ്റിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. വെയിലിൻ്റെ കാഠിന്യം കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനു പറയുന്നത് ഇപ്പോൾ രാവിലെ 8:30 ആയപ്പോൾ തന്നെ ആ വെയിലിൻ്റെ ആ ഒരു കാഠിന്യം നല്ലതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? ഭയങ്കര ചൂടുണ്ട്. കേരളത്തെ പോലെ അല്ല, നല്ല ഹാർഷ് വെയിലാണ്. എന്തായാലും തമിഴ്നാട്ടിലെ ചൂട് നമുക്കറിയാമല്ലോ അല്ലേ, നല്ല ചൂടായിരിക്കും. ആ ഒരു വേനൽ സമയം, സമ്മർ ടൈം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളം കുടിക്കുക, വെള്ളം നമ്മൾ കരുതുക. പിന്നെ വഴിയിൽ കരിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം കരിക്ക് വെള്ളം, നൊങ്ക് അതൊക്കെ കഴിക്കുക. ഈ ഹൈഡ്രേറ്റഡ് ഡ്രിങ്ക് കഴിക്കാതെ ഇങ്ങനെയുള്ള കരിക്ക്, നൊങ്ക്, അങ്ങനെയുള്ള ലൈം ജ്യൂസ് ഇതൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കരിമ്പ് ജ്യൂസ് അതൊക്കെ വളരെ നല്ലതാണ് ഈ ചൂടത്ത്. അപ്പോൾ നമ്മുടെ ഈ മധുര എത്തുന്നതിന് മുന്നേ, മധുരയ്ക്ക് ഒരു 20 കിലോമീറ്ററിന് മുന്നേ ഒരു ടോളുണ്ട്. ടോള് കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് എടുത്തു. അതായത് നമ്മൾ ട്രിച്ചി പോകുന്ന റോഡാണ്, ട്രിച്ചി ചെന്നൈ ഹൈവേ ആണ്. ഇവിടെ നിന്നാണ് കാരൈക്കുടി പോകുന്നത്. നമ്മളന്ന് തഞ്ചാവൂർ പോയതും ഈ വഴി തന്നെയാണ്. അപ്പം നമ്മൾ ഈ കാരൈക്കുടി പോകുന്ന വഴിയാണ്. എന്ത് രസം നോക്കിയാൽ രണ്ട് സൈഡും മരങ്ങളൊക്കെ. ആക്ച്വലി ഈ ഒരു വേനൽ സമയം ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഉണങ്ങി വരികയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കാട്ടിനകത്തൂടെയൊക്കെ പോകുന്നൊരു ഫീൽ, ഒരു കണ്ടൽ കാടിനകത്തൂടെയൊക്കെ പോകുന്നൊരു ഫീലാണ് രണ്ട് സൈഡും. ഭയങ്കര രസമാണ് കേട്ടോ. നല്ല റോഡുമാണ്, റോഡ് മോശമല്ല, നല്ല റോഡാണ്. പക്ഷെ നല്ല രസമുണ്ട്. മുളയുണ്ട്, അതേപോലെ കണ്ടൽക്കാട് പോലത്തെ മരങ്ങളുണ്ട്. കംപ്ലീറ്റ് ഒരു ഡ്രൈ ലാൻഡാണ്. ഇപ്പോൾ ഒരു സമ്മർ ടൈം ആയതുകൊണ്ട്. പക്ഷെ നല്ല രസമുള്ള വഴിയാട്ടോ. രണ്ട് സൈഡിലും നമ്മുടെ ആ ഒരു തമിഴ്നാടിൻ്റെ തനതായ ഒരു വഴികളില്ല, രണ്ട് സൈഡ് പുളിമരം അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു വഴിയാണ് നമ്മുടെ ഈ കാരൈക്കുടി പോകുന്ന വഴി. ഇനി ഇവിടെ നിന്നൊരു ഹാർഡ്ലി 35 കിലോമീറ്റേഴ്സ് ഉള്ളൂ കാരൈക്കുടി. നോക്കി എന്ത് രസം നോക്കി ഈ ഒരു വഴി. തമിഴ്നാടിൻ്റെ ഒരു ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും പുളിമരങ്ങൾ കേട്ടോ. അത് തമിഴ്നാട്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതും. അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി, നല്ല രസം തന്നെയാണ്. ആ ഒരു റോഡ് വഴി നമുക്ക് വണ്ടി ഓടിക്കാനും തണലും. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളുടെ താഴെയൊക്കെയാണ് ഈ കരിക്ക്, നൊങ്ക് അങ്ങനെയുള്ള ചെറുകിട പാനീയങ്ങൾ വിൽക്കുന്നവരൊക്കെ ഉള്ളത് കേട്ടോ. ആ ഒരു തണലത്ത് ഇത് രസം നോക്കിയ വഴി കാണാനൊക്കെ. ഇതുവഴി പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കൊല്ലങ്കോട് വഴി പൊള്ളാച്ചി പോകുമ്പോൾ ഇത് കണക്കുള്ള റോഡാണ് പൊള്ളാച്ചിയൊക്കെ. അപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ മധുരയിൽ നിന്ന് തഞ്ചാവൂർ പോകുന്ന റൂട്ട് തന്നെയാണ്. തഞ്ചാവൂർ പോകുന്നതിൻ്റെ ഒരു മെയിൻ വഴി പോയിട്ട് പിന്നെയാണ് നമ്മൾ തിരിയുന്നത് കാരൈക്കുടി. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലമൊക്കെ കംപ്ലീറ്റ് കാരൈക്കുടിയും പിള്ളയാർപ്പെട്ടി ബോർഡുണ്ട്. പിള്ളയാർപ്പെട്ടി ഒരു വിനായകർ കോവിലുണ്ട്, അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഈ കാരൈക്കുടിക്കകത്ത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് പിള്ളയാർപ്പെട്ടി ഉള്ളത്. അപ്പോൾ കാരൈക്കുടി വരുന്നൊരു പിള്ളയാർപ്പെട്ടിയും പോകണം. അത് ഒരു വലിയ വിനായകർ ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ബോർഡ് കാരൈക്കുടി, പിള്ളയാർപ്പെട്ടി അങ്ങനെയാണ് ബോർഡെല്ലാം ഉള്ളത്. അപ്പോൾ ഇത് കാരൈക്കുടി ടൗണാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഒരുപാട് നമ്മുടെ കടകളുണ്ട്. നമ്മുടെ ആസിഫി ബിരിയാണി, പിന്നെ അങ്ങനെയുള്ള മേജർ ഫുഡ് ചെയിൻസ് ഒക്കെ ഉണ്ട്. വലിയ വലിയ ഷോപ്പുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ലൊരു ബിസി ടൗണാണ് കേട്ടോ. ബിസി സ്ട്രീറ്റും ബിസി ടൗണൊക്കെ ഉണ്ട്. നമ്മൾ കറക്റ്റ് ടൗണിനകത്തൂടെയാണ് പോകുന്നത്. അതിൻ്റെ ആ ഒരു തിരക്കെന്തായാലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 6 hours ജേണി കഴിഞ്ഞ് കാരൈക്കുടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാരൈക്കുടി വന്നാൽ കാരൈക്കുടിയിലൊരു പ്രധാന
ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ കാണേണ്ട ഒരു സ്ഥലമാണ് എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു മാൻഷൻ. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീടിന് 1000 ജന്നൽ. ഈ വീട് അറിയപ്പെടുന്നത് തന്നെ 1000 ജന്നൽ വീടെന്ന് തന്നെയാണ് കേട്ടോ. 1000 വിൻഡോ ഹൗസ് എന്നാണ് ഈ വീടിനെ അറിയപ്പെടുന്നത്. അപ്പം വീട് നമുക്ക് അകത്ത് എൻട്രി ഒന്നുമില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് 1000 ജന്നൽ വീട്. നമ്മുടെ സൂര്യയുടെ വെയിൽ സിനിമയ്ക്കകത്ത് ഒരു പാട്ടിൽ വരിയുണ്ട്. ആ ഒരു പാട്ട് എങ്ങനെയാണ്, 1000 ജന്നൽ വീട്. അത് ഈ വീടിനെ പറ്റിയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിൽ 1000 ജന്നലുണ്ട്, 60ഓളം മുറികളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കെയർ ടേക്കർ ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ ഒരു കെയർ ടേക്കറിനോട് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇപ്പോൾ അകത്താരും നമുക്ക് എൻട്രി ഇല്ല, പക്ഷേ എൻ്റെ ഓണർ അവിടെ താമസമുണ്ട്. അപ്പം ഓണറിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വരെയൊക്കെ പബ്ലിക്കിന് കാണാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് കാണാം, ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പം 60 റൂമോളം ഉണ്ട്. അത്രയും വലിയൊരു വീടാണിത്. അതുകൊണ്ട് തന്നെ 1000 ജന്നലും ഉണ്ട്. എന്ത് രസമല്ലേ, ആ ഒരു ഭംഗി തന്നെ അടിപൊളിയാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രക്ചറും ആ ഒരു ആർക്കിടെക്ചറും ഒക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ. പണ്ടത്തെ വീടാണ്, ഒരു വലിയ ഫാമിലിക്കൊക്കെ താമസിക്കേണ്ട ഒരു വീടാണ്. 1000 ജന്നൽ, അതായത് 60ഓളം മുറികളെന്ന് പറയുമ്പോൾ എന്താ അല്ലേ, ആ പണ്ടത്തെ കാലത്തെ ആ ഒരു വീടാണ്. ഇതാണ് നമ്മുടെ ആ ചെട്ടിനാട് കാരൈക്കുടിയിലേക്ക് ആ ഒരു വീടിൻ്റെയൊക്കെ ആർക്കിടെക്ചർ. അപ്പം 1000 ജനൽ വീടിൻ്റെ ആ ഒരു പുറകു വശമാണ് കേട്ടോ. അവിടെയൊക്കെ ഫുൾ ജനലാണ് താഴെ. അപ്പോൾ അതായിരിക്കും 1000 ജനൽ എന്ന് പറഞ്ഞാൽ. അത്രയും റൂംസും അത്രയും ജനാലകളും ഉണ്ട്. വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. പക്ഷെ നല്ല രസമാട്ടോ കാണാൻ. ഫുൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു വീട്. കാര്യം ചുറ്റും ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയൊരു വീട് ഭയങ്കര ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ഞങ്ങൾ വന്ന എവിടെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആന്റിക് മാർക്കറ്റ് ഉണ്ട് കാരൈക്കുടിയിൽ. അപ്പൊ ആ കാരൈക്കുടി ഒരു ആന്റിക് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ്. എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെങ്കിലും മേടിക്കാൻ വേണം. ആദ്യം എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം അല്ലേ. അതെ. അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പാർക്ക് സൈഡിൽ ചെയ്തിട്ട് മാർക്കറ്റ് അങ്ങോട്ട് ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്കൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കാരൈക്കുടി ആന്റിക് മാർക്കറ്റ്. അപ്പം ഞങ്ങളിവിടെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ആന്റിക് മാർക്കറ്റ്സ് ഒന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോവാണ്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഇവിടെ ഫുൾ പാത്രക്കടയാണ്. പാത്രം, ചിരവ, പിന്നെ പനിയാരം ഉണ്ടാക്കുന്ന സാധനം, പണ്ടത്തെ പല്ലാങ്കുഴി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടിട്ട് വരാം കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. 2 സൈഡിലും കടകളുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് പാത്രമുണ്ട്, പിന്നെ പല്ലാങ്കുഴിയുണ്ട്, ചിരവയുണ്ട്, പിന്നെ നമ്മൾ ഈ ഇടിച്ച് പൊടിക്കുന്ന സാധനങ്ങളൊക്കെ ഇടിക്കുന്ന കല്ലുകൾ. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഈ 2 സൈഡിലെ കടകളിലും ഇരിക്കുന്നത് കേട്ടോ. എന്താ ഈ ഒരു ആന്റിക് മാർക്കറ്റിൻ്റെ അവിടെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. PM പളനിച്ചാമി ചെട്ടിയാറിൻ്റെ ഒരു വീടാണ്. എന്താ നോക്കി എന്ത് രസമാണ്, ഒരു ചെട്ടിയാർ വീടാണ്. എന്താ ഈ ഒരു ആന്റിക് മാർക്കറ്റിനകത്ത് നമ്മൾ കണ്ടാണ് കേട്ടോ. അവിടെ മേളിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, RM പളനിച്ചാമി ചെട്ടിയാർ, പുള്ളിയുടെ വീടാണ്. നോക്കിയ പഴയ ആ ഒരു ചെട്ടിയാർ സ്റ്റൈല് വീടാണ് കേട്ടോ. ഇതൊക്കെ കുഞ്ഞു മാർക്കറ്റാണ് ആ ഒരു കാരൈക്കുടിയിലുള്ള ഒരു ആന്റിക് മാർക്കറ്റിനകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ആ ഒരു വീട് കേട്ടോ. വീട് കയറി കാണാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. ഇതാണ് RM പളനിച്ചാമി ചെട്ടിയാർ ഹോം. അപ്പോൾ നമ്മുടെ ആ കാരൈക്കുടിയിൽ ഒരു ആന്റിക് മാർക്കറ്റിനകത്താണ് സൗത്ത് ഇന്ത്യൻ ക്രാഫ്റ്റ് സെൻറ്റർ. പഴയ ആ പാനകളും ക്രാഫ്റ്റ് വർക്കും തടി വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ക്രാഫ്റ്റ് സെൻറ്ററിൽ ഇരിക്കുന്നത്. അതേപോലെ വലിയ വലിയ പാത്രങ്ങൾ, ഭരണി, ചെമ്പ് അങ്ങനെയുള്ളതും ഉണ്ട് ഇവിടെ. അതായത് എനിക്കൊന്ന് ഈ ചെട്ടിയാർ വീടുകളിലൊക്കെ ഉള്ള ആ ഒരു പാർട്സൊക്കെ ആയിരിക്കും. ഇതുകൊണ്ട് തടിയുടെ അലമാര. എൻറ്റയർ സ്ട്രീറ്റ് ആൻറ്റീക് മാർക്കറ്റാണ്. അതായത് ഒരു ആൻറ്റീക് ഷോപ്പാണ് കേട്ടോ. ഒരുപാട് പ്രതിമകളും ബിംബങ്ങളും ആനയും ഒക്കെ ആയിട്ടുള്ള ഒരു ആൻറ്റീക് ഷോപ്പാണ് ഈ കാണുന്നത്. അങ്ങോട്ടെല്ലാം അത് തന്നെയാണ്, കംപ്ലീറ്റ് ആൻറ്റീക് സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. ഇത് കണ്ടോ, ഒരു പഴയകാല പല സാധനങ്ങളുണ്ട് ഇവിടെ. അലമാരയുണ്ട്, ലോക്കർ, ഒരു പഴയകാല ലോക്കറാണ് ഈ കാണുന്നത്. ഓക്കെ, ചെമ്പ്, വാർപ്പ്. ഇതും ഒരു ആൻറ്റീക് ഷോപ്പാണ്. നോക്ക്, പഴയ കാലത്തെ കല്ലും ആ പഴയ കാലത്തെ ലോക്കറും പിന്നെ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ആ ഒരു പാത്രങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ,
അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ആൻറ്റിക് മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ ഇത് ആൻറ്റിക് മാർക്കറ്റല്ല, ഇതല്ലാത്ത കാരക്കുടി മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഇതാണല്ലോ, ഇങ്ങനെ ഇടിച്ച് പൊടിക്കുന്ന സാധനങ്ങൾ, പിന്നെ തേങ്ങ പൊളിക്കുന്ന സാധനം, അങ്ങനെയുള്ള ഒരുപാട് വീട്ടുപകരണത്തിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ ആക്സസറീസ് ഒരുപാടുണ്ട്. അത് തനതായ പണ്ടത്തെ സ്റ്റൈൽ സാധനങ്ങളാണ്. ഇത് കണ്ടോ, പല ടൈപ്പ് ചിരവയും ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. ഇതുപോലെ കുറേ കടകൾ ഈ ഒരു സ്ഥലത്തുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു ആൻറ്റിക് മാർക്കറ്റുള്ള ആ ഒരു പെരുമാളിൻ്റെ ആ ഒരു പളനിച്ചാമി ചെട്ടിയാർ വീട് കഴിഞ്ഞൊരു ഇടവഴിയുണ്ട്. അങ്ങോട്ട് കയറുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആൻറ്റിക് ഷോപ്പ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കാരക്കുടിയിലെ ആൻറ്റിക് മാർക്കറ്റ് കണ്ടിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. ലഞ്ച് കഴിക്കാൻ വന്നത് ബാങ്ക്ല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റ് കമ്പനി ഇവിടെ ഒരു സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ട്രാവ് കപ്പ്. ബൈ. അപ്പോൾ നമ്മളൊരു നോൺ വെജ് ലഞ്ചാണ് പറഞ്ഞേക്കുന്നത്. ചിക്കൻ ബിരിയാണി ഉണ്ട്, ഒരു എഗ് കുറുമയുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട്.